നമസ്കാരം. പീപ്പിൾ ടി വിയുടെ സവിശേഷ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മഹായുദ്ധം, പഞ്ചായത്ത് പോരാട്ടം. ഈ പോരാട്ടത്തിൻ്റെ ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരള രാഷ്ട്രീയം ബാർക്കോഴയിൽ തിളച്ചു മറിയുന്നു. ബാർക്കോഴ കേസിൽ ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ശ്രീ കെ എം മാണിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയാത്ത വിധം പഴുതടച്ചുള്ള നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷയിൽ നിന്ന് ഇന്നുണ്ടായത്. ഭരണഘടനയുടെ 227 അനുച്ഛേദപ്രകാരമാണ് വിജിലൻസിലൂടെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ബാർക്കോഴ കേസിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഹൈക്കോടതി അന്തിമവിധി പുറപ്പെടുവിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള അന്തിമവാദവും വിധിയും ഉണ്ടാകുമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഇന്ന് പ്രഖ്യാപിച്ചു. ഇക്കാര്യം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്നും അതിൽ അർത്ഥമില്ലെന്നും ജഡ്ജി വ്യക്തമാക്കി. എന്തൊക്കെയാണ് ഈ ബാർക്കോഴ കേസിൻ്റെ അനന്തരഫലങ്ങൾ? ഒരുപക്ഷെ ഇന്നത്തെ ഹൈക്കോടതി നിരീക്ഷണം കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്താൻ ഒരുപക്ഷെ ഈ വിഷയത്തോട് നീതി പുലർത്താൻ കഴിയുന്ന ഒരുപാട് പേരുടെ സാന്നിധ്യം നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഞങ്ങളുടെ സുഹൃത്ത് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, മാണി സാറിനെ കുറിച്ച് എന്തുകൊണ്ടും ആധികാരികമായിട്ട് പ്രതിപാദിക്കാൻ സുനിൽകുമാർ എന്താ നോക്കണേ, പ്രാഗൽഭ്യമുള്ള, പരിജ്ഞാനമുള്ള, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലാണോ എന്ന് ഞങ്ങൾക്കാർക്കും വ്യക്തമല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് ശ്രീ PC ജോർജ്, ശ്രീ കെ എം മാണിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വീറുറ്റ വക്താവ്, എന്തുകൊണ്ട് ഇത്രത്തോളം വീറുറ്റതാകുന്നു എന്ന് പോലും സ്വന്തം ഗ്രൂപ്പിലെയും പാർട്ടിയിലെയും അംഗങ്ങൾ ഒരു ചോദ്യചിഹ്നമായി തങ്ങളുടെ മനസ്സിൽ കൊണ്ടുകിടക്കുന്ന മറ്റാരുമല്ല ശ്രീ ആന്റണി രാജു. ഈ ബാർക്കോഴ കേസിൽ തുടക്കം മുതൽ തന്നെ കോടതിയെ സമീപിക്കുന്ന കാര്യത്തിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും സംവാദത്തിലും സജീവമായി സചേതനമായി പങ്കെടുത്ത എൻ്റെ സുഹൃത്തും സതീർത്ഥനും സഹപാഠിയും അതോടൊപ്പം CPI-യുടെ മുതിർന്ന നേതാവുമായ ശ്രീ VS സുനിൽകുമാർ. ശ്രീ കെ എം മാണിയുടെ ജാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നർമ്മത്തോടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്ന മറ്റാരുമല്ല ഉഴവൂരിൻ്റെ സ്വന്തം ശ്രീ ഉഴവൂർ വിജയൻ. ഇക്കാര്യത്തിലെങ്കിലും ശ്രീ ബിജു രമേശിനെ പിന്തുണച്ച് അതേസമയം ബിജു രമേശ് നിലവിലുള്ള രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ തള്ളിപ്പറയുന്ന, അങ്ങനെ സന്തുലിതമായൊരു നിലപാട് സ്വീകരിക്കുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് BJP-യുടെ മുതിർന്ന നേതാവ് ശ്രീ MS കുമാർ. ഇത്രയും പേരാണ് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ശ്രീ ആനത്തലവട്ടം, ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതിലൊരു വ്യക്തത നമുക്കെല്ലാം ഇക്കാര്യത്തെക്കുറിച്ച് അറിയാം. പക്ഷേ വൈകി ടെലിവിഷനിലേക്ക് എത്തപ്പെട്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് ഇതിൻ്റെ ഒരു വിവരം നൽകാൻ വേണ്ടി വ്യക്തത, നമുക്ക് സ്പഷ്ടമായിട്ട് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് സമീപിക്കാൻ കഴിയുള്ളൂ. എന്താണ് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ? വ്യക്തവും സ്പഷ്ടവുമായിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ വരുന്നു. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ. വിജിലൻസ് കോടതി വിധി പ്രഥമദൃഷ്ട്യാ ശരി, പ്രൈമാ ഫേസ്യ, അങ്ങനെയല്ലേ ആന്റണി രാജു എൻ്റെ ലീഗൽ ടെർമിനോളജി? പ്രൈമാ ഫേസ്യ ശരിയാണ്. 2, വിജിലൻസ് ഡയറക്ടർ അധികാര പരിധി ലംഘിച്ചു എന്നുള്ള നിരീക്ഷണം, വിജിലൻസ് ജഡ്ജിയുടെ നിരീക്ഷണം ശരിവച്ചിരിക്കുന്നു. 3, വിജിലൻസ് മാനുവൽ വിജിലൻസ് ഡയറക്ടർ ലംഘിച്ചിരിക്കുന്നു. 4, വസ്തുതാ റിപ്പോർട്ട് തിരുത്തുന്നതിൽ സാങ്കത്യമില്ല. എന്തുകൊണ്ട് വസ്തുതാ റിപ്പോർട്ട് തിരുത്തപ്പെട്ടു എന്നുള്ള അഡ്വക്കേറ്റ് ജനറലിൻ്റെ വാദത്തെ ഹൈക്കോടതി നിരീക്ഷണത്തിലൂടെ ഖണ്ഡിച്ചിരിക്കുന്നു. വിജിലൻസ് ഡയറക്ടർക്ക് വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് റിപ്പോർട്ട് വെക്കാമായിരുന്നു. അവിടെയാണ് പ്രസക്തി. തിരുത്തലല്ല വേണ്ടിയിരുന്നത്, വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് റിപ്പോർട്ട് വെക്കാമായിരുന്നു എന്ന് ഹൈക്കോടതി നിരീക്ഷണം. പ്രതികൂല പരാമർശങ്ങൾ, വിജിലൻസ് ഡയറക്ടർക്കെതിരെ നടത്തിയ പ്രതികൂല പരാമർശങ്ങൾ നീക്കണമെന്ന AG-യുടെ വാദത്തിൽ കഴമ്പില്ല എന്ന് ഹൈക്കോടതി. വിജിലൻസ് സ്തംഭനാവസ്ഥയ്ക്ക് സാഹചര്യമുണ്ട് എന്നുള്ള AG-യുടെ വാദം ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയ്ക്ക് സാധ്യതയില്ല എന്ന്. ബാഹ്യ നിയമോപദേശം, 2 വ്യക്തികൾ, മോഹൻ പരാശരൻ, നാഗേശ്വർ റാവു എന്ന 2 സുപ്രീം കോടതി ജഡ്ജിമാരിൽ നിന്ന്
ബാഹ്യ നിയമോപദേശം സ്വീകരിച്ച നടപടി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഏജിക്ക് എത്രത്തോളം രാഷ്ട്രീയത്തിന്റെ ചേരുവയുണ്ടെങ്കിൽ പോലും ആ ഭരണഘടനാ സ്ഥാപനത്തെ മുൻനിർത്തി ഏജിക്ക് നിയമോപദേശം നൽകാമായിരുന്നുവെന്നും ഹൈക്കോടതി. പണം കൊടുത്തു എന്ന് തെളിയുന്നു. അടുത്തത്, സ്വീകരിച്ചതിന് തെളിവില്ല എന്ന് പറയുമ്പോൾ പണം എന്തിനു മാണിയുടെ വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു എന്ന് ചോദ്യം പ്രസക്തമായി തുടർന്നു. ഇക്കാരണങ്ങളാലെല്ലാം സെറ്റ് സൈഡ് ചെയ്യണം, സ്റ്റേ ചെയ്യണം, അസ്ഥിരപ്പെടുത്തണം എന്ന ആവശ്യം നിലനിൽക്കുന്നില്ല എന്ന് ഹൈക്കോടതി. ഇതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഇക്കാര്യത്തിൽ അന്തിമവാദവും വിധിയും തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് ജസ്റ്റിസ് കമാൽ ഷാ. ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും പ്രേക്ഷകർക്കും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടിയാണ്. സത്യം മനസ്സിലായി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ശരത്ചന്ദ്ര പ്രസാദിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയതല്ല സാറേ ഇത് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ തുറച്ചു നോക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഷിയാറത്തിലെ വട്ടം ഒരംബിഗിറ്റുമില്ല, ഒരാശയക്കുഴപ്പമില്ല. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് വരാവുന്ന ഏറ്റവും ക്ലാരിറ്റി ഉള്ള നിരീക്ഷണങ്ങൾ. താങ്കൾ എന്ത് പറയുന്നു? ഈ വേളയിൽ എന്ത് പറയുന്നു? കേരള രാഷ്ട്രീയം തിളച്ചു മറിയുന്നു. ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ ആന്റണി രാജു, ശ്രീ KM മാണി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രാജിവെക്കുമെന്നാണ്, അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരുമെന്നാണ്. ഇത് ഒരുപക്ഷെ ഒരു പൗരൻ നിലയിലുള്ള ആഗ്രഹത്തിൻ്റെ അപ്പുറത്ത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ തുടരുക കണ്ടിന്യൂവൻസ് അൺടെനബിൾ എന്ന് വേണമെങ്കിൽ ലീഗൽ ടെർമിനോളജി പറയാൻ പറ്റും. താങ്കൾ എന്ത് പറയും? ഇവിടെ ശ്രീ ആന്റണി രാജുവും ഞാനും കൂടി ഈ വിഷയം സംബന്ധിച്ച് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിലെല്ലാം ഞാൻ ഉന്നയിച്ച ഒരു കാര്യം കോടതിയിൽ ഇപ്പോൾ പരാമർശമുണ്ട്. അതായത് ഈ 2 പ്രാവശ്യമായി മാണിയുടെ വീട്ടിൻ്റെ മുമ്പിൽ പൈസയുമായി പോയി. മാണിയുടെയും ആന്റണി രാജുവിൻ്റെയും വാദം എന്ന് വെച്ചാൽ പോയെന്നല്ലാതെ കൊടുത്തത് കാണിക്കാൻ ഒക്കില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അവിടെ എന്തിനാ ഈ പൈസ ആയിട്ടുണ്ട് വല്ല കാണിക്കയിടാനായിട്ട് വല്ല പള്ളിയുണ്ടാ? അതേ അമ്പലത്തിൽ കൊണ്ട് കാണിക്കയിടാനാ പോയത്. കാണിക്കയിട്ട് മാണിയുടെ വീട്ടില് കുട്ടിയമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്തത്, അവരല്ലേ വാങ്ങിച്ചത്. ശരത്ചന്ദ്ര പ്രസാദ്, എനിക്കറിയാം താങ്കളുടെ മനസ്സിലുള്ള മർമ്മരങ്ങൾ. ആർത്തലവട്ടം നമ്മുടെ സുഹൃത്ത് ശ്രീ ശരത്ചന്ദ്ര പ്രസാദിന്റെ മനസ്സിലുള്ള മർമ്മരങ്ങൾ എനിക്കിപ്പോൾ കേൾക്കാം. ശ്രീ PC ജോർജിന് വേണം ചെവി വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. അതായത് സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥിതിയിൽ ഈ ഒരു ഗതികേടിൽ ഇങ്ങനെ നിശബ്ദനായിരിക്കാൻ പറ്റുമോ? ഒട്ടേറെ ധാർമ്മിക രോഷത്തിന്റെ കുത്തൊഴുക്കിലൂടെ വിധേയമായ ഒരു രാഷ്ട്രീയമാണ് കേരള രാഷ്ട്രീയം. ഈ പറഞ്ഞ സന്മാർഗ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോക്താവും വ്യക്താവുമാണ് താങ്കളുടെ PCCയുടെ അധ്യക്ഷൻ. ഈ വേളയിൽ ഇതുപോലൊരു നിശബ്ദതയാണോ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്? താങ്കൾ മനസ്സ് തുറക്കും ശരത്ചന്ദ്ര പ്രസാദ്. മനസ്സ് തുറന്നു തന്നെ ഇരിക്കുന്ന ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ മനസ്സ് തുറന്നു വെച്ച് തന്നെ കോടതി നിരീക്ഷണം നമ്മുടെ സ്ക്രീനിൽ കാണിച്ചത് അവസാനം എഴുതിയൊരു കാര്യം കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച് വാദവും വിധിയും അവിടെയാണ്. ഇത് സംബന്ധിച്ച് വാദവും വിധിയും തിങ്കളാഴ്ച. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇത് കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ, ചില നിരീക്ഷണങ്ങൾ, അത് AG അടക്കമുള്ള ആളുകൾ കോടതിയിൽ അതിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ടതാണ്. കാണിച്ചതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ? ഒരുപക്ഷെ ഇതുവരെ ഒരു ടെലിവിഷൻ ചാനലിൽ ഞാൻ നോക്കിയപ്പോൾ ഇത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ക്രോഡീകരിച്ച് ഒന്നും വിട്ടുപോകാതെ ഒരു വളച്ചൊടിക്കലും ഇല്ലാതെ നൽകിയത്. സുനിൽ, താങ്കൾ ഇതിനകത്തൊരു കക്ഷി കൂടിയാണ്, വിജിലൻസ് കോടതിയിലെ കക്ഷിയാണ്. പറയൂ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായകൻ രംഗപ്രവേശം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. വേറെ ആരുമല്ല, മറ്റാരുമല്ല, ഈ കേസിന്റെ ഉത്ഭവത്തിന് ഒരുപക്ഷെ കാരണഭൂതനായ നമ്മുടെയൊക്കെ സുഹൃത്ത് ശ്രീ ബിജു രമേശ്. ക്യാമറ അങ്ങോട്ട് പായട്ടെ. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ ശ്രീ KM മാണിയുടെ മുമ്പിലേക്ക് ക്യാമറ പോകുമ്പോൾ അതേ വേഗതയിൽ അങ്ങോട്ടും പായേണ്ടതുണ്ട്. ശ്രീ ബിജു രമേശ്, താങ്കളുടെ ഒരു ഒറ്റയാൻ പോരാട്ടമായിരുന്നു തുടക്കത്തിൽ, പിന്നീടാണ് ഇവരെല്ലാം വന്ന് അണിചേരുന്നത്. താങ്കൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. സത്യം കുറച്ച് കഴിക്കാനും പുറത്തു വരും. സത്യം സത്യമേവ ജയതേ. അതെ, തീർച്ചയായിട്ടും അതിൽ ബാക്കിയുള്ളവരുടെ കൈകോർത്ത് വരുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ പല കോൺഗ്രസിനകത്തുള്ള തന്നെ പലർക്കും ഇതിനോട് 100% യോജിപ്പുണ്ട്, മനസ്സുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയമായതുകൊണ്ട് മാണി സാറിനെ ഇപ്പോൾ വെറുപ്പിച്ചാൽ
കേരള കോൺഗ്രസ് പുറകോട്ട് പോയാൽ ഭരണം താഴെ പോകുമോ എന്നുള്ളത് കൊണ്ടാണ് അവരെല്ലാവരും നിശബ്ദത പാലിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരൻ ശരത്ചന്ദ്ര പ്രസാദ് പോലും ചിരിച്ചിരിക്കുന്നല്ല, ഒന്നും വായിന്ന് വരുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹമൊക്കെ മനസ്സുകൊണ്ട് നമ്മളെ കൂടെയാണ്. കേട്ടില്ല, അതാണ്. അല്ലല്ല മനസ്സുകൊണ്ട് ഒരുപാട് പേര് കോൺഗ്രസ്സിലെ തന്നെ നിരവധി ആൾക്കാർ മനസ്സുകൊണ്ട് നമ്മളോടാണ്. അല്ല ബാക്കി ഈ മറ്റ് രാഷ്ട്രീയക്കാരല്ല, അല്ലാതെ ഒരു രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവർ മനസ്സുകൊണ്ട് ഈ സത്യം, ഈ ഇവിടെ നടക്കുന്ന അഴിമതിക്ക് ഒരുപാട് ജനങ്ങളുടെ പിന്തുണ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ സത്യം പുറത്തു വരണമെന്ന് കോടതി പോലും ഇന്ന് കേസ് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അത് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള വാദത്തിലേക്കാണ് വെച്ചിരിക്കുന്നത്. അതാണ് കോടതിയുടെ മനസ്സുകൾ പോലും ജനങ്ങളുടെ കൂടെയാണ്. അതെ അതെ, അതായത് ശരത്ചന്ദ്ര പ്രസാദ്, നിങ്ങൾ ചെന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അവസാനം ഇതിനെ വസ്തുനിഷ്ഠമായി പറയുമ്പോൾ പോലും അതിൻ്റെ സാഹചര്യം എനിക്ക് വരച്ചു കാട്ടാൻ പറ്റില്ല. സാഹചര്യം എന്തായിരുന്നു? ഇത് സെറ്റ് സൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അഡ്മിറ്റ് ചെയ്യാൻ പോലുമുള്ള ഒരു എന്താ പറയണ്ടേ, സാധാരണ രീതിയിൽ ഒരു കേരള ഗവൺമെൻറ്റിന് നൽകേണ്ട ഒരു പരിഗണന പോലും നൽകിയിട്ടില്ല. അല്ല, ഈ ഇതിനകത്ത് ഗവൺമെന്റ് പോയതിന്റെ തെറ്റാണ്. കാരണം ഈ സത്യത്തിൽ ഇത് സെറ്റ് സൈഡ് ചെയ്യുന്നത് പോകേണ്ട ആൾ വ്യക്തിപരമായിട്ട് കെ എം മാണിയാണ്. കെ എം മാണി കേസിലെ പ്രതിയാണ്. ഇത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വിജിലൻസിൻ്റെ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും വിജിലൻസ് ഡയറക്ടർക്കും വിജിലൻസിനെതിരായിട്ടുള്ള പരാമർശം നീക്കാനെന്ന വ്യാജേന വാസ്തവത്തിൽ കെ എം മാണിക്കെതിരായിട്ടുള്ള ഈ കേസിൻ്റെ വിധി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ റൂൾ ഓഫ് ലോയിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു അപ്പീലാണ്. വളരെ പ്രശ്നം. ആന്റണി രാജു, എനിക്ക് സുനിൽ പറഞ്ഞതിനോടാണ്, അതായത് നമ്മൾ വായിച്ചതും കേട്ടതും മന്ത്രിസഭയിൽ ചർച്ച ചെയ്തതും രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ധാരണയൊക്കെ പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടറുടെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ടെങ്കിലും ഒന്ന് ഹൈക്കോടതി പോകണം എന്നാ പറഞ്ഞു. അവസാനം എന്താ ചെയ്തിരിക്കുന്നത് നിങ്ങൾ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 227 വെച്ചിട്ടാണ് നിങ്ങൾ പോയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ കീഴ്ക്കോടതിയുടെ മുകളിലുള്ള സൂപ്പർവൈസിങ് പവർ ഹൈക്കോടതിക്കുണ്ട് എന്നും അതുകൊണ്ട് കീഴ്ക്കോടതി അധികാര സീമ ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു റിട്ടായിട്ടാണ് നിങ്ങൾ പോയിരിക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ചോ? ജോൺ ബ്രിട്ടാസിന്റെ അവതരണ ശൈലി കൊണ്ടും എഴുതി കാണിച്ച ഭാഷാ രീതി കൊണ്ടും ജനങ്ങൾക്ക് തോന്നുക ഇന്ന് ഹൈക്കോടതി വിധി ഏതാണ്ട് ഇതെല്ലാം വിധി പ്രസ്താവിച്ചതാണെന്ന്. തെറ്റാണ്. ഇന്നുണ്ടായത് അഡ്വക്കേറ്റ് ജനറൽ ഉയർത്തിയ വാദമുഖങ്ങൾ ഒന്നൊന്നായി നിരത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ചില സംശയങ്ങളും ചില ചോദ്യങ്ങളും ചോദിച്ചതാണ് ഇന്ന് നടന്നത്. ഈ അന്തിമവാദം കേൾക്കാൻ പോകുന്നത് തിങ്കളാഴ്ചയാണ്. അന്ന് അന്തിമവിധി വരുന്നതിന് മുമ്പേ കോടതിയിൽ പരിഗണിച്ചിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇത്തരം ഒരു ചർച്ച നടത്തുന്നത് തന്നെ സബ് ജുഡീസാണ്. മാത്രമല്ല ഇവിടെ ഉണ്ടായാൽ ഇവിടെ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് ഇതിനകത്ത്. അതായത് വിജിലൻസ് മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരം വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് കവർന്നെടുക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു എന്നുള്ള ഒരു വിഷയം ഈ ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് വിജിലൻസ് ഡയറക്ടർക്ക് തോന്നിയത് കൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ഈ വിധിയും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയത് അത് വിജിലൻസ് ഡയറക്ടറാണ്. അതിന് റിട്ട് കൊടുക്കുന്ന ഒരു അപാകതയും ഇല്ല. റിട്ട് കൊടുക്കുന്നതിൽ അപാകത ഉണ്ടായിരുന്നെങ്കിൽ ഫയലിൽ പോലും കോടതി നമ്പർ പോലും ഇടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ OP പോകാൻ റിട്ടായിട്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ റിവിഷൻ പോകാം. ഒരു സെക്കൻഡ്, നിങ്ങൾ ഇന്ന് AGയുടെ വാദം മുഴുവൻ ഈ പറഞ്ഞ വിജിലൻസ് കോടതി ജഡ്ജിയുടെ വിധിയുടെ മുഴുവൻ പവർ പോയിന്റ് എടുത്തുണ്ട്. ഇതിനെ മുഴുവൻ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള വാദങ്ങളാണ് നടത്തിയിരിക്കുന്നത് മുഴുവൻ. അല്ലാതെ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള ചില പരാമർശങ്ങൾ നീക്കാൻ വേണ്ടി റിവിഷൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, നിങ്ങളുടെ പാർട്ടിക്കാർ പറഞ്ഞിരുന്നതാണ്. അതായത് ഗവൺമെന്റിന്റെ വക്താക്കൾ പറഞ്ഞിരുന്നതാണ്. അതായത് റിട്ടായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് അപ്പീൽ പോകണമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. ഗവൺമെന്റ് അപ്പീൽ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇവിടെ വിജിലൻസ് ഡയറക്ടറേറ്റിനെതിരെ അതിന്റെ മാനുവലിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സെക്കൻഡ്. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിപ്പോഴും ആന്റണി രാജുവിനോട് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ജഡ്ജിയുടെ മൂളലിലും ഒരു പരാമർശത്തിലും വാചകത്തിലും കേൾക്ക് സാറേ, മുഴുവൻ കേൾക്കും. വാചകത്തിലും അധികാര സ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞു പോയിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു ഭൂമികയാണ് കേരളം, ഇന്ത്യ. അവിടെയാണ് നിങ്ങൾ FIR, ക്വിക്ക് വെരിഫിക്കേഷൻ, വിജിലൻസ് കോടതി വിധി തുടങ്ങി എത്രയോ കടമ്പകൾ കഴിഞ്ഞിട്ടും ഈ കണ്ടാമൃഗ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ലേ എന്നാണ് ഒരു കാര്യം പറയാം. ഞങ്ങളുടെ ഗ്രാമപ്രദേശമുണ്ട്, പൂഞ്ഞാറ് മലമ്പ്രദേശങ്ങൾ. ഒരു ആശുപത്രി ഉണ്ട്. ഒരു രോഗി വന്ന ഉടനെ ആശുപത്രിയിലാക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളുടെ മല ഇപ്പം ഉദ്ദേശം മേച്ചാൽ അത്രയും പിന്നെ മലയുടെ മുകളിലാണെങ്കിൽ, അല്ലെ കുന്തംപാറ, അവിടെ ഒരു രോഗി മരിച്ചു. ഡോക്ടറെ കൊണ്ടുവന്ന ഉടനെ ഒന്ന് മരിച്ചോന്ന് പരീക്ഷ നടത്താൻ പറ്റില്ല.
അപ്പം ചെയ്യുന്നത് എന്താ ആളുകൾ ഒരു നൂലെടുത്ത് ഇങ്ങനെ ഈ മൂക്കിനോട് നോക്കും ശ്വാസം ഉണ്ടോന്ന്. നൂല് നൽകിയാൽ ജീവനുണ്ടെന്ന്. അതുപോലെ നൂലിന്റെ പണിയാണ് ഇപ്പൊ ആൻഡ്രാജി ചെയ്യുന്നത്. ആള് ചത്തു, മനസ്സിലായി? ആള് പോയി, ആള് പോയി. ആൻഡ്രാജു അങ്ങനെ പറയരുത്, പറയരുത്. മനസ്സിലായോ? നൂല് വെച്ച് എന്നോട് ഉത്തരം പറയട്ടെ. ഇപ്പൊ കേട്ട വലിയൊരു തമാശ, മാണിയുടെ പാർലമെന്ററി പാർട്ടി അവിടെ നടക്കുക. പാർലമെന്ററി ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ മാണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ആരാ? ജോസഫ് എഴുതിയിട്ടോ. ഈ ആന്റണി രാജുവിന്റെ മനസ്സ് പോലും രാജിവെക്കാൻ സമയം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം, ഞാൻ അണിനെ ചോട്ടെ. ആന്റണി രാജുവിന്റെ ഈ പറഞ്ഞ ഇടതുഭാഗത്ത് ഇടിക്കുന്ന ഈ എന്താ പറയണ്ടേ, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ ശബ്ദബീജികള് ഞങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇയാൾ എന്തിനാ ഇത്രമാത്രം ഇരിക്കണേ? പോകണ്ടേ? അല്ല, അങ്ങനെ ഞാൻ ചിന്തിക്കണം എന്നുള്ളതാണ് ബ്രിട്ടാസിന്റെ എന്റെ ഹൃദയത്തിനകത്തുള്ള എന്താണെന്ന് ജോൺ ബ്രിട്ടാസ് നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞാല് എന്റെ ഹൃദയത്തിലുണ്ടോ ഇല്ലോ ഞാനല്ലേ പറയണ്ടത്. ഹൃദയമുണ്ടല്ലോ. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് ഈ കെ എം മാണി രാജിവെക്കണം പാകണമെന്ന് എനിക്ക് ചിരി വരിക. ഈ കെ എം മാണിക്ക് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് കച്ചവടം നടത്തി ഉമ്മൻചാണ്ടി രാജിവെക്കണം. അല്ല, ഉമ്മൻചാണ്ടി അവിടെ ഇരിക്കാവോ? നമുക്ക് ബിജു രമേശ്, ആന്റണി രാജു പറഞ്ഞ കേട്ടല്ലോ. ആന്റണി രാജു പറഞ്ഞത്, അല്ലെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദ് വളരെ മയത്തിൽ മിതഭാഷിയായിട്ട് യാതൊരു വികാര വിക്ഷോഭങ്ങളും ഇല്ലാതെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്, ബിജു രമേശിനോടൊപ്പമാണ്, പക്ഷെ എന്റെ ചുണ്ടും നാവും ഇപ്പോൾ ഓക്കെ എന്നൊപ്പം മതി, അത്രയെങ്കിലും മതി. 13-ാം തീയതി പറയും. 13 ഡേറ്റ്. എന്റെ അടുത്ത് അന്ന് പറഞ്ഞ 7-ാം തീയതി 12 മണി എന്നാ പറഞ്ഞത്. പാർട്ടി മീറ്റിംഗ്. അതിനൊന്നും വേണ്ട, അങ്ങനെ ഒരു ഘടനയിലൊന്നും ഇല്ല ഒരു പറയാൻ പോകുന്നത്. ബിജു രമേശ്, ആന്റണി രാജു പറയുന്നു ഹൈക്കോടതി വിധി പറയട്ടെ, തിങ്കളാഴ്ചയല്ലേ അന്തിമവാദം. എന്താ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? തിങ്കളാഴ്ച പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഹൈക്കോടതി അഡ്മിഷൻ വന്ന് അഡ്വക്കേറ്റ് ജനറൽ കയറി വന്നപ്പോഴേ ചോദിച്ചു എന്താണ് അഡ്വക്കേറ്റ് ജനറൽ വന്നിരിക്കുന്നതെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. കാര്യം പ്രോസിക്യൂഷൻ ഡയറക്ടർ പോലും ഉണ്ടായിരുന്നിട്ട് അതൊക്കെ മാറ്റി വെച്ച് ഗവൺമെന്റിന്റെ മുൻവിധിയോട് കൂടിയാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. സാധാരണ ആളിൽ നിന്ന് ഒരു സെക്കൻഡ് എന്താ കാരണം അറിയോ? ഒന്നാമത്തെ കാര്യം, സാറ് എനിക്കൊരു അപേക്ഷയുണ്ട്. അതായത് ഇവിടെ വരുന്ന ആൾക്കാരെങ്കിലും ഈ പറഞ്ഞ ജോൺ ഇല്ലിക്കാടിന്റെ ഈ വിധി ഒന്ന് വായിച്ചു നോക്കണം. ആ 8-9 പേജ് മാത്രം മുഴുവൻ വായിച്ചു നോക്കണം. അതായത് ഒരു പക്ഷേ വളരെ ലേണറായിട്ടുള്ളൊരു നിയമജ്ഞൻ, അടിക്കറിയാം ആന്റണി രാജു അത് മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് അറിയാം, വരികൾക്കിടയിലൂടെയും വായിച്ചു. ഒരു കാരണവശാലും ഇത് കോൺട്രാഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഏത് ചർച്ചയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറെ കടലാസുമായിട്ട് മൂപ്പർ പോകേണ്ടതാണ്. ഈ കടലാസ് മാത്രം, ഈ രേഖ മാത്രം. MS കുമാർ, താങ്കൾ ഇക്കാര്യത്തിൽ ബിജു രമേശിനൊപ്പമാണ്. വെള്ളാപ്പള്ളി എന്നൊരു വാചകം പറയുമ്പോൾ മാത്രമേ താങ്കൾ അദ്ദേഹത്തിന് എതിരെ വരാറുള്ളൂ. ഇപ്പൊ ബാറാണ്. ഏത് ബാർ? ഇത് കേരളത്തിലെ പൊതുജനങ്ങൾ വളരെ കാലമായി അവരുടെ ഉള്ളിൽ അവർ തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി നിരീക്ഷകൻ ഇതിൽ ചോദിച്ചത്. ഈ സംശയങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അത് ആകെ മനസ്സിലാകാത്തത് കെ എം മാണിക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും മാത്രമാണ്. ഇവിടെ ഇവരെ പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ശ്രീ കെ എം മാണി അത് വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആരും അവിശ്വസിക്കുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് പോലും അതറിയാം. ആന്റണി രാജുവിനും അതൊക്കെ അറിയാം. പക്ഷെ ഞങ്ങളുടെയും വക്കാലത്തൊന്നും MS എടുക്കണ്ട. MS-ന്റെ അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായമായിട്ട് പറയണ്ട. എല്ലാവരും പറയുമ്പോൾ ഞങ്ങളും പെടുക. ഞങ്ങളുടെ വക്കാലത്ത് BJP-യുടെ അഭിപ്രായം. എന്റെ അടുത്ത് കേരള കോൺഗ്രസ്സുകാർ പറഞ്ഞത് എന്താ വെച്ചാൽ, എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞേ, ബ്രിട്ടാസ് ആണി സാർ പൈസ മേടിച്ചെന്ന് അറിയാലോ. ഇലക്ഷൻ കാലത്ത് എല്ലാ നേതാക്കന്മാരും പൈസ മേടിക്കില്ലേ ബ്രിട്ടാസെ? ആരെന്താ തെറ്റ്? ഇങ്ങനെയാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്. ഇങ്ങനെ അല്ലല്ല, കേരള കോൺഗ്രസ്, ഔദ്യോഗിക കേരള കോൺഗ്രസ്. അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല. ഒരു പേര് പറയാമോ? ഒരിക്കലും മാധ്യമ പ്രവർത്തകൻ സോഴ്സ് വെളിപ്പെടുത്താറില്ല. വാദവും വിധിയും 9-ാം തീയതി ഇതിന്റെ വാദവും അന്തിമ വിധിയും വന്നാലും കെ എം മാണി രാജിവെക്കും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഇല്ല. അപ്പോഴും അവർ മേൽക്കോടതിയിലേക്ക് പോകാനുള്ള പണി നോക്കും. ഒരു സെക്കൻഡ്, ഒന്ന് കുമാർ തീർത്തോട്ടെ. അവരപ്പോഴും മേൽക്കോടതിയിൽ പോകാനുള്ള പണി നോക്കും. കാരണം ഇത് അന്തിമ വിധി അല്ലല്ലോ, ഇനി കോടതിയില്ലേ, സുപ്രീം കോടതി ഇല്ലേ എന്ന് പറയും. എങ്ങനെയെങ്കിലും മെയ് മാസം വരെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാനുള്ള എല്ലാ അഭ്യാസവും ശ്രീ കെ എം മാണിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഉമ്മൻചാണ്ടിയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും. ശ്രീ ആനത്തലവട്ടം, ഒരു വാചകം താങ്കൾ പറഞ്ഞ് തിരിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതും PC ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കെ എം മാണി രാജിവെച്ച ഒരു ധനമന്ത്രി രാജിവെച്ചതേ ഉള്ളൂ. ഉമ്മൻചാണ്ടി രാജിവെച്ച ഒരു മുഖ്യമന്ത്രിയാണ് പോണത്.
ഈ രാജി വന്നാൽ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനം പോകും. കേരള കോൺഗ്രസിൻ്റെ 8 പേര് മാറിയാൽ പിന്നെ ഈ ഗവൺമെൻറ് 9 പേര് 8 സോറി, ഒരാൾ അയോഗ്യരാക്കിയിട്ടില്ല. സാങ്കേതികമായിട്ട് 9 അല്ലേ ഇപ്പോഴും? അതിന്റെ ഫലമായി പരിപാടിയിലല്ലേ ഇപ്പൊ സംസാരിക്കണം, അപ്പൊ സാങ്കേതികമല്ലേ? അതുകൊണ്ട് മാണിയേക്കാൾ ഈ രാജിവെക്കാൻ പാടില്ല എന്ന് കടും പിടിയുള്ളത് ഉമ്മൻചാണ്ടിക്കാണ്. തന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോകും. ഉമ്മൻചാണ്ടിയെ കാശ് കൊടുത്ത് അങ്ങോട്ട് വിട്ടത് പോകും. താങ്കൾ ഉദ്ദേശിക്കുന്ന മാണി സാറിനെ കൊടുക്കാൻ വേണ്ടി വിട്ടാണെന്ന് പറയുന്നത്. സംശയം എന്താ, കെ എം മാണിയും മുഖ്യമന്ത്രിയാകാൻ കളിച്ചല്ലോ. ആ കളി അറിഞ്ഞ ഉമ്മൻചാണ്ടിയല്ലേ ഈ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ ഇഷ്യൂന്റെ ആളാണ്. അങ്ങനെ എന്താ ഇത്, ഞാൻ ഉദാഹരണം വെച്ചു, വെറുതെ പറഞ്ഞല്ലോ പെട്ടാസെ. എന്തായാലും ആദ്യം ചെയ്യുന്നതാ AK ആന്റണി നാട് കടത്തുകാരാ ഉമ്മൻചാണ്ടി. തിരിച്ചു വരാം. ശ്രീ ഉഴവൂർ വിജയൻ, ഇപ്പൊ ബിജു രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു FIR-ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിച്ചിരുന്നു വേണമെങ്കിൽ ശ്രീ കെ മാണി രാജിവെച്ചേക്കാം. അങ്ങനെ രാജിവെച്ച പാരമ്പര്യമുണ്ട്, രാജിവെക്കാത്ത പാരമ്പര്യമുണ്ട്. ശ്രീ ആന്റണി രാജു രാജിവെക്കാത്ത പാരമ്പര്യമുണ്ട്. അത് കഴിഞ്ഞ് വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ വരുന്നു. ആ പരാമർശങ്ങൾ വേണമെങ്കിൽ ഞാൻ ആ പരാമർശങ്ങളുടെ ഒരു കാർഡിന് ഞാൻ കാണിച്ചു തരാം. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ പല ചർച്ചകളിലും അത് പലപ്പോഴും ഈ ബഹളത്തിൽ കലാശിച്ച പരാമർശങ്ങളുടെ സത്ത ചോർന്നു പോയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. വരൂ, വരട്ടെ. ഇത് വിജിലൻസിന്റെ വാദങ്ങളാണ്. അതിനു മുമ്പ് നമ്മൾ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണങ്ങളിലേക്ക് വരണം. ഓക്കെ, നമ്മൾ തിരിച്ചു വരാം. ഒരുപക്ഷെ നമ്മൾ അതും തയ്യാറാക്കിയിട്ടുണ്ട്. ബാർക്കോഴ വിജിലൻസ് റിപ്പോർട്ട് തള്ളുന്നു. ഞാൻ വേണമെങ്കിൽ അത് വായിക്കാം. വലിയ വിശാലമായിട്ടുള്ള ജഡ്ജ്മെൻ്റാണ്, പക്ഷേ അതിൻ്റെ സത്തയാണ്. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നിയമജ്ഞനായിട്ടുള്ള ശ്രീ ആന്റണി രാജു കൈപൊക്കിയാൽ മതി, ഞാൻ പിൻവാങ്ങും. ബാർക്കോഴ വിജിലൻസ് റിപ്പോർട്ട് തള്ളുന്നു. അടുത്തത്, തുടരന്വേഷണത്തിന് ഉത്തരവ്. മാണി കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവ്, പ്രൈമാ ഫേസിയ തെളിവ്. വസ്തുത റിപ്പോർട്ട് തിരുത്തിയ ഡയറക്ടർക്ക് നിശിത വിമർശനം. ഇതാണ് ശ്രീ VS സുനിൽകുമാർ. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു വിജിലൻസ് കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ തലത്തിലുള്ള ആൾക്കാർ എങ്ങനെ പെരുമാറും? ഒരു കാരണവശാലും ഇത്തരമൊരു പരാമർശം വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നിയമാനുശാസനയിൽ പോലും ഒരു മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം രാജിവെക്കണം. ബ്രിട്ടാസ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് വരെ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് പറയുമ്പോൾ ഒരു കോടതിയും ഒരു മന്ത്രിയോട് രാജിവെക്കണം എന്നൊരു വിധിയിലും പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും രാജിവെക്കാൻ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നിയമവാഴ്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗവൺമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു MLA അല്ലെങ്കിൽ മന്ത്രിയോ, പ്രത്യേകിച്ച് മന്ത്രിയായിരിക്കുന്ന ഒരാൾ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരാളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ് KM മാണി. അത് ധനകാര്യമന്ത്രി മാത്രമല്ല, നിയമത്തിൻ്റെ കാര്യവകുപ്പ് മന്ത്രിയാണ്, നിയമമന്ത്രി കൂടിയാണ്. അപ്പം വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ ഏറ്റവും അധികം ശ്രദ്ധ ഉണ്ടാവേണ്ട ഒരാളാണ് നിയമകാര്യ വകുപ്പ് മന്ത്രി. നമുക്ക് നമ്മോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്. ജേക്കബേ, ഇതിൻ്റെ നാൾവഴികളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പോലെ താങ്കൾക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ സിറ്റുവേഷനിൽ മാധ്യമപ്രവർത്തകർ വിചാരിക്കുന്നത്, മാണി സാറിനെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തതുമായി മാധ്യമപ്രവർത്തകർ ഒരുപോലെ ചിന്തിക്കുന്നത്, മാണി സാറിൻ്റെ രാജിയുടെ നാളുകൾ, മണിക്കൂറുകൾ ആരംഭിച്ചു, കൗണ്ട് ഡൗൺ ആരംഭിച്ചു. പാല മുനിസിപ്പാലിറ്റിയിലെ KM മാണിയുടെ തട്ടകമാണ്, KM മാണിയുടെ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് പാല. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ 28 സീറ്റ് മറ്റാണുള്ളത്. ഒരു 25 സീറ്റ്, 22 ഒരു 20 സീറ്റെങ്കിലും കേരള UDF-ന് കിട്ടില്ലേ? അങ്ങനെ കിട്ടിയാൽ മാണി സാറ് പറയുകയല്ലേ എന്തിനു ഞാൻ രാജിവെക്കണം? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ അത്. അല്ല ജേക്കബ് ജോർജ്, ഒരു സെക്കൻഡ്, അങ്ങനെയാണെങ്കിലും മാണി സാറിന്റെ വാർഡിൽ മാണി സാർ ജയിച്ചാൽ പിന്നെ ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞത് മാണി സാറ് ബ്രിട്ടാസേ, മാണി സാർ നാളെ ഉന്നയിക്കാൻ പോകുന്ന കാര്യം എന്റെ മുനിസിപ്പാലിറ്റി, മാണി സാർ നാളെ ഉന്നയിക്കാൻ പോകുന്ന കാര്യം അറിയാവുന്ന ഒരൊറ്റ ആൾ ഇവിടെ ഉള്ളൂ, അത് PC ജോർജ് അല്ല, ഉഴവൂർ വിജയനാ. പറയൂ സാർ. പാലാ മുനിസിപ്പാലിറ്റി 26 സീറ്റ് ഉണ്ടോ? 26. രാജിവെക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല.
എൻ്റെ അഭിപ്രായത്തിൽ മാണി സാർ ഒരു 6 മാസം മുമ്പത്തെ ഡേറ്റ് ഇട്ട് രാജി ഗവർണറുടെ അല്ലെ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് കൊടുക്കേണ്ടതാണ്. എനിക്ക് പറയാനുള്ളത് ബിജു രമേശാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു നായകനായി നിൽക്കുന്നത്. എങ്കിലും ഈ PC ജോർജിനെ ആക്കാൻ വേണ്ടി വന്ന യോഗ്യനായ ആളായ മാണി സാറിനിട്ട് ഈ ചെയ്യുന്നെങ്കിൽ അത് യേശുദേവനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർ ഈ പെട്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ യേശു ഇത് പാലായിലാണ് യേശു കൂടുതൽ വരുന്നത്. അപ്പോ അവിടെ വലിയ അത് യേശുവിന്റെ പല എല്ലാവർക്കും. അപ്പോ ഇതെല്ലാം ഈ പെട്ടിയെല്ലാം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് യേശു വലിയ അതെ അതെ അവിടുത്തെ മാതാവൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകളും ഇപ്പൊ അവിടെ കൊല ചെയ്യുന്നത്. അവിടെ എല്ലാം അപലക്ഷണമാണ്. അപ്പൊ ആ കന്യാസ്ത്രീകളെ കൊല്ലണം എന്ന് തോന്നിയാൽ ഗുജറാത്തിനല്ലല്ലോ പോകുക. നേരെ തൂമ്പായുമായിട്ട് പാലായി വന്ന 1, 2, 3 അന്നേരം അടിച്ചു.